കഴുകിയെടുക്കണേ കേട്ടോ. ഇത് മുറ്റത്തൂടെ ഇട്ടില്ലേ, ഇങ്ങനെ കഴുകി ഉണക്കി അകത്ത് വെക്കണം കേട്ടോ. ഇടുവാണേ. ചെരുപ്പ് തേണ്ടേ, നമ്മളുടെ മൈലാഞ്ചി കമ്പ് എടുത്തോണ്ടോ. ഇത്രയും ദിവസം മഴയായതുകൊണ്ട് അത് ആകാൻ പറ്റിയില്ല. കഷ്ടപ്പെട്ട് നമ്മൾ ഒന്നൊന്നും ചെയ്യും. എന്താ കോഴി ഏറ്റവും വെള്ളം കൊടുത്താലും ഭീമാനുഷിക മുള്ള ഇത്, ഭീമാനുഷിക മുള്ള. എടുത്തോ മറ്റേ മൈലാഞ്ചി കമ്പ് എടുത്തോ. ആ കത്തി വേണം അല്ലേ, കത്രിയ പോലെ കത്തിയും കൂടെ എടുത്തോണ്ട് വരട്ടെ. ആ ഞാനും ഓർത്തേ 2 തീറ്റ ഗപ്പിക്ക് എവിടുന്ന വന്നത് ചോദിച്ചപ്പോ പറയാ ഗപ്പിയുടെ തീറ്റ ഇല്ലെന്ന് ഓർത്ത് ഞാൻ മേടിച്ചാന്ന്. അപ്പൊ പിന്നെ ഇവന് കാണാൻ മേലേ ഇത്ര നാളും തീറ്റ കൊടുത്താണല്ലോ. ആ അയ്യോ അങ്ങനെ പറയാതെ ചാച്ചന്മാരെയൊക്കെ പൊട്ടാന്നാണ് വിളിക്കുന്നത്. നമുക്ക് അകത്തെ മീൻ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ, തുറക്കാൻ മോനെ. നീ ഒന്ന് ആക്റ്റീവ് ആയിക്കേ. എല്ലാം പൊടിക്കുക. ഒളിച്ചിട്ട് ആ മൂടുവശം കപ്പയുടെ കമ്പ് പോലെ തിരിഞ്ഞു പോകരുത്. നേരെ നേരെ വെട്ടി വെട്ടി അവിടെ ഇടണം. എന്നിട്ട് അല്ലെങ്കിൽ മേളിലോട്ടല്ലേ കിടക്കുന്നത്. എന്നിട്ട് അടുക്കി അവിടെ വെക്കണം കണ്ടിച്ചിട്ട്. അങ്ങനെ അകത്തൂടെ ആരുമില്ല. അവിടെ ഇടരുത്, തൂത്തതാണേ. അവിടെ മോൻ താഴെ കൊണ്ട് വെട്ട്. ആ അതെന്താ കത്രിക എടുക്കും. കത്രികയുണ്ട് എന്നാന്നറിയോ, മേളി ഇവിടെ എല്ലാം മുറ്റത്താവും. തൂക്കാനും പാടുവരും മഴ പെയ്യുമ്പോഴും. എന്തുവാ ചെരിച്ചു വെക്കാന്നാ. ഇങ്ങോട്ട് തിരിച്ചു വെക്കും. ഇങ്ങോട്ടും കൂടെ തിരിച്ചു വെക്കും. എന്നെ കാണണ്ടേ. ഹായ്. ഗപ്പിക്ക് വെള്ളം ഒഴിക്ക. ഗപ്പിക്ക് എന്നെ കണ്ടില്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കും. കത്രി ഓടിക്കല്ലേ, മടിയൻ്റെ മല ചുമക്ക്. അയ്യോ നേരെ നേരെ വെക്കണം. ആ അങ്ങനെയും കണ്ടിക്കുവാണ്. അയ്യോ ഞാനിപ്പോ പറഞ്ഞില്ല, അവിടെ മുഴുവൻ അഴുക്കാകും. ഇലയല്ല താഴെ കൊണ്ടുപോയിക്കോ. വേണ്ട. ആ ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. കൂത്തിട്ടോണം കുഞ്ഞു. എന്തിനു കുഞ്ഞു ഇരട്ടി പണിയാക്കിയത്? എന്തിന്? ഒന്നാം നീ ജോലി ചെയ്യാൻ മടിയനാ. എന്നിട്ട് ഇനി അതാര് തൂക്കും? കുഞ്ഞിലയാ നനഞ്ഞ് കിടക്കുന്ന മുറ്റത്ത് ഭയങ്കര പാടാ. ആ ചെയ്തോ? ഇല്ല. ആ പിന്നെ ഞാൻ തൂക്കും. ആ എനിക്ക് വീടും വേണ്ട, ഒന്നും വേണ്ട. ആ തൂക്കത്തും ഇല്ല. പോകാനില്ല ഇങ്ങോട്ട് വന്ന് കേട്ടോ. എന്നോട് പറയാ പൊക്കോളാൻ. പോകാനല്ലല്ലോ നമ്മള് വന്നേ. ആ 16 വയസ്സായി. നീ പൊക്കോളാൻ. പള്ളി പറഞ്ഞാ മതി അല്ലേ.
നാട്ടുകാരെ ഇല്ലാത്തിക്കും. ഇതെല്ലാം കണ്ടോ? അതുപോലെ തന്നെ നമുക്ക് ആ ഇല എടുക്കേണ്ടിയതുവാ. എടുത്താൽ മതി. ആ മഹാമോശമല്ലേ കുഞ്ഞാണിച്ചി നടവാക്കി ഒന്നാതെ തൂക്കാനായിട്ട് പറ്റത്തില്ല അതിൻ്റെ ഇടയ്ക്ക്. ആ രാമ്പേപ്പം പറഞ്ഞു മറ്റേ ഷാമ്പോന്റെ അവിടെ നിന്നുള്ള പുല്ല് വെട്ടണ്ടായിരുന്നു. ആ ആര് വെട്ടും? രാമ്പേരപ്പന് മേലെ അതുകൊണ്ടാ വെട്ടാത്തത്. ആ അതെ എന്നാ ചെയ്യും? ഞാൻ പറഞ്ഞു ഇവിടെ പണിക്ക് ഒരു ചേച്ചി വരുന്നുണ്ട്, വെട്ടാൻ പറയാൻ ചോദിക്കാം. അല്ല അവളോട് ഞാൻ പറഞ്ഞതാ. ഒന്നുകൂടെ പറയാം. ഞാൻ പറഞ്ഞതാണേ. നല്ലതായിട്ട് പിന്നെ ഇത് മഹാമോശമായിപ്പോയി കാണിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഈ നടവാതൊക്കെ ഇനി കാണിച്ചു കേട്ടോ. ശരി ഞാൻ അവിടെ ഒന്ന് തുറക്കാവേ. ആ ഹോസൊന്ന് എടുത്തു തരാമോ? ഹോസൊന്ന് എടുത്തു തരുമോ? എന്നാ നീ തന്ന ബൊക്ക കളയുമോ? ബർത്ത്ഡേ ഗിഫ്റ്റ്. ഇത് ഫ്രഷ് പൂവല്ലായിരുന്നു, അത് കരിഞ്ഞു. ഇനിയിപ്പം കുഞ്ഞനെ അത് നേരെ നേരെ അല്ല കമ്പ്. ഇത് കാണാം. എന്നിട്ട് ഹോസ് ഇങ്ങോട്ട് കാണാം. ആർക്ക് വേണ്ടി വെള്ളം ഒഴിക്കാൻ? കഷ്ടമുണ്ടല്ലേ? അതെ അതെ. വാഴ മഴയല്ലേ? വെള്ളം മാറ്റണം. പൊട്ടിച്ചു, അതും പൊട്ടിച്ചു, രണ്ടും പൊട്ടിച്ചു. ഞാനല്ലേ വിളിച്ചത്. അപ്പോൾ ഇത് ചെയ്തോളൂല്ലോ. ഞാൻ അന്നേരം ആ പയറിനെ വള്ളി കെട്ടാം. അമ്മ പയറിനെ വള്ളി കെട്ടണ്ട, ഞാൻ കെട്ടിക്കോളാം. നീ കേട്ടുവോ? അപ്പൊ ഞാൻ സാമ്പ്രാണി കത്തിച്ചോണ്ട് വെട്ടെ. താഴെ ഇത് വെക്കേ. തൂമ്പായിട്ട് കളക്കി. ഇതാ വേണ്ടേ? സാമ്പ്രാണി എടുത്തോണ്ട് വരാം. എല്ലാം കളയണേ. വലിയ ആവശ്യമുണ്ട്. താഴെ അത് മുറിക്കുമായിരുന്നെങ്കിൽ അവിടെ അങ്ങനെ ചപ്പ് കിടന്നു. ഇത് ഇനി തൂക്കണ്ടേ? ആ മഴ പെയ്യും. അല്ലല്ല പുല്ലല്ല എടാ, അത് ചീരയാ. ഞാൻ ചീര വെച്ചതാ. ഒക്കെ വളരും. ആ ചെയ്യടാ. എവിടാ മൈലാഞ്ചി? അവിടെ ഒന്നുമില്ല, അങ്ങ് മൂലയ്ക്ക് അവിടെ തെങ്ങിൻ്റെ അവിടെ. സ്ഥലം വേസ്റ്റ് ആക്കാതെ കൃഷിക്ക് വേണ്ടിയതാ. ഈ മറ്റേ ഇപ്പം വന്നേക്കുന്ന അപ്പച്ചൻ നമുക്ക് മണ്ണെടുത്ത് ഇങ്ങോട്ട് ഇടാമെന്ന് പറഞ്ഞു. ആ മറ്റേ ആ ചേട്ടൻ പറഞ്ഞിരിക്കാന്ന്. ഇത് നമുക്ക് മഴ ചാറുന്നുണ്ടല്ലേ? മഴയെ പോവോ, ഇവിടെ പണി നടക്കത്തില്ല മഴ ചാറിയ. നമ്മളിവിടെ നട്ട കാശിൽ Thank you.
എടുത്തോണ്ട് വരട്ടെ. കൂട്ടിയിടണമെന്ന് പിന്നെ എന്തിനു നമ്മളിത് വെച്ചിരിക്കുന്നത്? കുഞ്ഞേ, ചാവി അവിടെ തന്നെയാണോ ഇരിക്കുന്നത്? ആ, അവിടെ ഇരിക്കും. ഞാൻ ഇവിടെ വരെ വെറുതെ നടന്ന് വേസ്റ്റ് ആക്കി, എനർജി വേസ്റ്റ് ആക്കി നടന്നു. അയ്യോ, എനിക്ക് ഈ പറിച്ചു കളയുന്നില്ല എല്ലാം കണ്ട ആവശ്യമില്ലാത്ത അത് അരിഞ്ഞ് കോഴിക്ക് കാര്യം ചെയ്തിട്ട് ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പുറകെ സമയം കളയും. അത് വേവിച്ച് കോഴിക്ക് കൊടുക്കണം. കോഴിയാക്കി കണ്ട ചാമ്പങ്ങ ഉണ്ടോ? കാരണം മേളിൽ നിൽക്കുന്നു, ഫുള്ള് മേളിൽ നിൽക്കുന്നു. സൂപ്പർമാൻ ഇവിടെ ഇങ്ങോട്ട് നോക്കടാ. അല്ലടാ, ഇങ്ങോട്ട് നോക്കടാ. ആ റൈറ്റില് അപ്പുറത്ത് നേരത്തിന്റെ വാഴ ഇങ്ങോട്ട് വീഴും. ശരിയെ ചവിട്ടല്ലേ? അതാ നല്ലതാണോ? ഉറുമ്പൊക്കെ കളയണം. ഇങ്ങനെ കൊട്ടുക, ഇങ്ങനെ എടുക്കുക. ഈ വാഴ കെട്ടി വെച്ചിട്ടില്ലല്ലോ. വാഴ കെട്ടി വെച്ചിട്ടുണ്ടോ? ഉണ്ട്. അങ്ങോട്ട് ചാമ്പയുടെ പൂവല്ലേ? ഇവിടെയൊക്കെ ചെയ്തുണ്ട്. എനിക്കില്ലേ? എന്തിനും ഇവിടെ കൊണ്ട് വെച്ചു. നല്ല ദഹനം കിട്ടും. അത് പറിക്കാൻ പറ്റുമോ? സൂപ്പർമാൻ്റെ ചക്കയുണ്ട്. ഇവിടെ നിന്ന് എത്തുവല്ലേ? ആയുധം വല്ല അവിടെ കിടപ്പുണ്ടോ? ചെടിയെല്ലാം എന്തായാലും കിളുത്ത് അല്ലേ? ഇത് പറിക്കാം. അപ്പാ ഇനി കയറ് കെട്ടാം. കയർ കെട്ടാം. തന്നെ തൂക്കത്തേ ഉള്ളൂ. ഞാൻ കെട്ടിക്കോളാം. നമുക്ക് ചെടി പോയിക്കിട്ടും. ഇനി എളുപ്പം ചെയ്യടാ. 100 നിക്കണം. കുറ്റി അടിക്കാനൊന്നും ചീന്തി വെച്ചിട്ടില്ല. നീ ആൾക്കാരെ കുത്താനോ? അമ്മേനെ കുത്തി നോക്കിപ്പിക്കാൻ. അതിങ്ങെടുത്തോണ്ട് അതുപോലത്തെയാണ് കുറ്റി വേണ്ടിയത് നമുക്ക്. പയറിൻ്റെ ഗ്രോ ബാഗിനകത്തേ നേരം ഇതൊക്കെ ഇതുപോലെ മൂർച്ച വർദ്ധിക്കുകയാണെങ്കിൽ സ്കില്ല് വേണം. ചൂല് അടിക്കാനൊരു ചുറ്റിക എടുക്കുന്നു. അതങ്ങ് കുത്തി വെച്ചാൽ മതി. ചുറ്റി എന്തിനാ? ഇത് കോൺക്രീറ്റ് അല്ലല്ലോ, മണ്ണല്ലേ. എങ്ങനെയാ വേണ്ടതറിയോ? ഇത്രയും ഭാഗത്തില്ല, ഇത്രയും ഭാഗത്ത് ക്രോസോ? ഞാൻ ക്രോസ് അങ്ങോട്ടങ്ങോട്ട് ഇങ്ങനെ ക്രോസ്.
ഈ പയറിനെ നടുക്കോട്ടെ അതെല്ലാം ചെയ്യില്ലേ? അത് കമ്പ് ഊറ്റി കൊക്കി വെച്ചോ മഴ. പൊങ്ങി നിൽക്കണമല്ലോ. പൊങ്ങി നിൽക്കണം. ഇതിപ്പോ ഈ തുണി ഇട്ടതുകൊണ്ട് സാരമില്ല. തുണി എടുക്കണം, മഴയാറോ. എടുത്തോ എടുത്തോ എടുത്തോ. അകത്ത് പോയി ഉണങ്ങി വരുന്നു, അതാണ്. പിന്നെ മെയിൽ വരുമ്പോ വിളിച്ചിടാം. എടുക്ക എടുക്ക എടുക്ക്. എത്രാമത്തെ പ്രാവശ്യം ക്യാമറയിൽ വന്ന് മുഖത്തെ എന്താ പറയുന്നത് ഗ്ലാമർ നോക്കുന്നുണ്ടോ? ടീനേജ് അല്ലേ? ഞാനിത് എഡിറ്റ് ചെയ്യാൻ നേരം കണ്ടത്. ഞാനിതൊന്നും ശ്രദ്ധിച്ചില്ലായിരുന്നു. എനിക്ക് ചിരി വന്നു. ഒത്തിരി ചൂട് പ്ലാസ്റ്റിക്കിൽ ഒഴിച്ചാൽ കൊള്ളത്തില്ലല്ലോ. ആ മോനെ, ഇച്ചിരി പച്ചവെള്ളം കൂടെ ഒഴിച്ചോളാം. ചെറുക്കൻ ഓരോ പണി കാണിച്ചു കിട്ടുന്നത്. ചിക്കൻ്റെയും കോഴിയുടെ കല്യാണം ദിവസമുണ്ട്. ചിക്കൻ്റെയും കോഴിയുടെയും കല്യാണം. ഇച്ചിരി വലിഞ്ഞ നിന്നില്ലേ ശരിയാക്കും. ഈ രണ്ടറ്റം ഉണ്ടല്ലോ, വലിഞ്ഞ് നിൽക്കണം. അപ്പം ഞാനിവിടെ കുക്ക് ഇനി ഇത് ഇരട്ടി പണിയാണ് കാണിച്ചു കേട്ടോ. മഴ ചാറിയിട്ട് ദേ ഇത് പോകുന്നുമില്ല. നീ വരുവോ?
എന്തിനാ? ഇതൊക്കെ അത് കട്ട് ചെയ്യാൻ കത്തി എടുത്ത്. അയ്യോ അതേലൊന്നും കെട്ടരുത്. അങ്ങനെയൊന്നും എന്റെ കെട്ടാൻ പിന്നെ അത് കട്ടിക്ക് നിക്കണം. എങ്ങനെ? വലിഞ്ഞു അങ്ങനെ നിക്കണം. കെട്ടാൻ പാടില്ല. എന്റെ പൊന്നോ കുരിയച്ചനോടെ കിടന്ന് ഒന്നാമത് ബേളം വെക്കും. അതിനല്ലേ ആ നെറ്റ് കെട്ടിയിരിക്കുന്ന. അങ്ങനെ ഇവിടെ പന്തലൊന്നും ഇങ്ങോട്ട് കയറും പന്തലും ഒന്നും വരാൻ അവൻ കൊല്ലുവാൻ. ഒന്നും ചെയ്യാൻ പാടില്ല. ആ കയറിൽ തന്നെ ക്രോസ് കൊടുക്കുക. കുഞ്ഞു പൊക്കോ. കുഞ്ഞു എന്നെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുക. കുഞ്ഞിന് ഒരു മടിയനായിട്ട് നിൽക്കുമോ ഇപ്പൊ? പിന്നെ ഇത്ര പിന്നെ പണി ചെയ്യുന്നത്. ആ മുറ്റത്തോട്ടും കിണറിനെ അങ്ങോട്ടൊക്കെ ഒന്ന് അവൻ ഓടിക്കും. പിന്നെ എന്തിനാ ആ നെറ്റ് കെട്ടിച്ചത്? അതേ കൂടെ കണ്ടില്ലേ കോവല് കെട്ടിക്കോളാൻ പറഞ്ഞ് അല്ലെ ഇവിടെ കിടന്ന് ബേളം കിട്ടും. ഇത്രയും ഉപകാരം ചെയ്തത് കണ്ടോ? ചരലിനകത്തൂടെ ഇത് കിടക്കുന്നത് കണ്ടോ? ചുമ്മാ കുഞ്ഞിനെ ഞാൻ തല്ലാന്നൊന്നും ഇരിക്കത്തില്ല. തല്ലും കേട്ടോ. ചരലിനകത്ത് ഈ മൈലാഞ്ചിയുടെ കുഞ്ഞല്ലേ എങ്ങനെ പോകാനാ? ആ ഇവിടെ ഇരുന്ന് സ്റ്റൂളും ഇട്ടിരുന്ന് പതുക്കെ. എന്റെ നടുവ് കളയാൻ പറ്റത്തില്ല. ചൂല് പിന്നെ വെക്കാം. ചൂല് നനഞ്ഞു പോയില്ല. ഓർത്തോണേ. പിന്നെ വൃത്തികേടായിപ്പോയത്. ഇനിയിപ്പം ആരൺ അലമ്പുന്ന കണ്ടോ? ആരണമായിട്ട് എനിക്ക് കലു കുറഞ്ഞിട്ട് മേല. ആരൺ മൈലാഞ്ചിക്കമ്പില്ലേ, ഇതെൻ്റെ ആര്യവേപ്പ കണ്ട. ഭയങ്കര വലിയ മരം. ഞങ്ങളെപ്പോഴും പകുതി വെച്ച് വെട്ടി കളയും, അല്ലെ പെരപ്പുറത്തോട്ട് വീഴത്തില്ലേ. അപ്പോൾ ആര്യവേപ്പിൻ്റെ ചോട്ടിൽ നിന്ന് ഞാൻ ഒരു പാട്ട് പാടാവേ. ഒരു ഷോർട്സിന് വേണ്ടി. ഏത് പാട്ടാണ് കുഞ്ഞു പാടണ്ടേ? ഏതാ? നമ്മളുടെ ഇന്നലെ നമ്മുടെ പിന്നെ ബിജീസ് പാടിയത് ഏത് പാട്ടാ? ബിജീസ് പാടിയത് പറയാവേ. അത് ഓർക്കുമ്പോഴത്തേക്ക് ഞാൻ വേറെ പറയാം. ഇന്നലെ ഇന്ന് ശകലം വെയിലുണ്ട്. പ്രാർത്ഥിച്ച് നിർത്തിയിരിക്കുക. ഇവിടെ ആ പുറകുവശത്ത് കാർപോർച്ചിൻ്റെ അവിടെ അപ്പുറത്തൊരു ഓടയില്ലായിരുന്നു. ആ ഓട മേളിൽ നിന്ന് ബമ്പ് പൊട്ടിച്ച് വിട്ട കാരണം ആ ഓടക്കകത്തോട്ട് വന്ന് ഓവർഫ്ലോ ആയ കാർപോർച്ചിനകത്തൂടെ വന്ന് അടുക്കള വശത്ത് കെട്ടിക്കിടക്കുക. അപ്പോൾ ഞാൻ കാണിച്ചില്ലേ കഴിഞ്ഞ ദിവസം? ഭയങ്കര വൃത്തികേടല്ലേ അടുക്കള വശത്ത് കെട്ടി വെള്ളം കിടക്കുന്നത്? മഹാവൃത്തികേടല്ലേ. അപ്പോൾ അവിടെ കോൺക്രീറ്റ് ചെയ്യുക. എന്നിട്ട് അപ്പുറത്ത് കാർപോർച്ചിൻ്റെ അപ്പുറത്തുള്ള ഓട മൂടുക. ഓട മൂടി പിന്നെ എന്തുവാ, നല്ല രസമില്ലേ ഇവിടെ നിന്നിട്ട്? ഞാൻ പാട്ട് പാടാവേ. ഓട മൂടിയിട്ട് അടുക്കള വശം നമ്മളിന്ന് കോൺക്രീറ്റ് ഉണ്ടായിരുന്നല്ലോ. പക്ഷേ ആ അടുക്കളയുടെ വർക്ക് ഏരിയയിലോട്ട് കയറുന്നിടത്ത് കത്തി അവിടെ ഇല്ലല്ലോ. വർക്ക് ഏരിയയിലോട്ട് കയറുന്നിടത്ത് ഒരു ഇതായിരുന്നേ, സ്ലോപ്പായിരുന്നു. അപ്പോൾ അതിനകത്ത് കെട്ടിക്കിടക്കുക വെള്ളം. അപ്പോൾ നമ്മുടെ വർക്ക് ഏരിയയുടെ വാതിക്കെ എപ്പോഴും അടുക്കള വശം എപ്പോഴും നല്ലതായിട്ട് കിടക്കണ്ടേ, അവിടെ അഴുക്കായിട്ട് കിടക്കുന്നു. അപ്പോൾ അത് ഇന്ന് ഞാൻ മുടിയേൽ തേക്കും കേട്ടോ. ഇന്ന് 2-3 ദിവസമായി ഇപ്പോൾ അത് കലക്കി വെച്ചിരിക്കുന്നത്. മിനിങ്ങാന്ന് രാത്രിയിൽ മിനിങ്ങാന്ന് രാവിലെ കലക്കി വെച്ചതല്ലേ. നമ്മുടെ കരിയൊക്കെ ചിരട്ട കരിച്ച് കരിയെല്ലാം പൊടിച്ച് അതിനകത്തിട്ടു. പിന്നെ എല്ലാം കലക്കി വെച്ചിരിക്കുക. ഇന്ന് തേക്കണം. ഇന്നലെ ചെറിയ
ഇന്നലെ ചെറിയ ജലദോഷക്കോളായിരുന്നു, അത് കാരണം ഞാൻ തലയ്ക്ക് തേച്ചില്ല. പിന്നെ തേക്കണം, ഇന്ന് വെയിലുണ്ടല്ലോ. മഴ വന്നാൽ ജലദോഷം വരും. ഇന്ന് നമുക്ക് പിന്നെ തലയിൽ തേക്കണം. അപ്പോൾ അവിടെ കോൺക്രീറ്റ് പണി നടക്കുന്ന ചേട്ടന്മാർ, പിന്നെ ആരൻ ഫയറിന് വള്ളി കിട്ടുന്നു. അത് ഗുഡ് ഐഡിയ. അപ്പോൾ അതേലും കൂടെ ഇങ്ങനെ കോവലും വേണമെങ്കിൽ ഒരെണ്ണത്തെ കയറ്റാം അല്ലേ? നല്ല ശരിയായോ ചേട്ടാ? ഞാൻ ഇവിടെ വീഡിയോയ്ക്കകത്ത്. ഇത് നമ്മുടെ പുതിയ മേസ്തിരി ചേട്ടൻ. ചേട്ടൻ്റെ പേരിന് ഗിരീഷ്. ഞങ്ങളുടെ ഓട്ടോ ചേട്ടൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഓട്ടോ ചേട്ടൻ കൊണ്ടു തന്ന മഹനീഷ് അല്ലേ? മഹനീഷിൻ്റെ അനിയൻ്റെ പേരാണോ മനീഷ്? മഞ്ജുഷാണോ അപ്പൊ അനിയൻ? ഗൾഫിൽ പോയെ അല്ല? അപ്പൊ അതിന്റെ പേരെന്നാ? അല്ലാതെ പേര് മനീഷ് എന്നാണോ? അല്ല പിന്നെ അപ്പൊ ഏറ്റവും ഇളയതിന്റെ പേര് ആണോ? ഞങ്ങളുടെ ഇവിടെ കൊണ്ടുവെക്കാം അല്ലേ? ഞാൻ വീഡിയോ ചേട്ടനെ അവിടെ നമ്മുടെ മാറ്റൊക്കെ എടുത്ത്, 2 ചേട്ടന്മാരുണ്ട്. മറ്റേ ചേട്ടന് മിണ്ടാൻ മേലാട്ടോ, മിണ്ടത്തില്ല. നമ്മുടെ ജോജിയെപ്പോലൊരു ചേട്ടനാ. ജോജി ഫേമസാണ് യൂട്യൂബിൽ. ജോജി സ്ഥിരം ഇവിടെ വരുന്നതല്ലേ. ഇതുണ്ട്, ഇത് ഈ മാറ്റി വെച്ച് കാണാവോ? മാറ്റിട്ടിട്ട് കണ്ടോ ഇങ്ങനെ റഫാക്കുക. ഇവിടെ നമ്മുടെ ഈ സൈഡ് ഇങ്ങനെ അങ്ങേയറ്റം വരെ കോൺക്രീറ്റ് അല്ലേ? ഈ അടുക്കള വാതിക്കല്ലേ വെള്ളം കെട്ടിക്കിടന്ന അഴുക്കല്ലേ? മേളിൽ നിന്ന് ഇങ്ങനെ വെള്ളം വലിയ നമ്മുടെ ബമ്പ് തുറന്ന് അല്ല, മുല്ലപ്പെരിയാർ അല്ല, അവിടെ ഡാം തുറന്ന പോലെ അല്ലേ മേളിൽ നിന്ന് വരുന്നത്. അപ്പം നമ്മളങ്ങ് കൈകാര്യം ചെയ്യാന്ന് വെച്ച്. അല്ല ഇപ്പം എന്നാ എടുക്കുന്നല്ലേ ചേട്ടാ? ക്ഷമിക്കുക, നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക. എന്നാടാ തുമ്മുന്നേ? എന്നാ പറഞ്ഞേ? ചൂലോ? ഇത് കൊള്ളാൻ ചേട്ടാ, ഇച്ചിരി പൊക്കമുണ്ട്. ഇനി വെള്ളം അങ്ങോട്ട് കയറത്തില്ല അല്ലേ? അതുവഴി അങ്ങ് പൊക്കോളും. ഇല്ലില്ല. ഇന്നൊരു നല്ല വെയിൽ കിട്ടിയാ ഒന്ന് വലിയ അതെ അതെ അതെ, ഗ്രിപ്പ് വേണമല്ലോ. നമ്മുടെ സഖാവ് കുഞ്ഞപ്പനിവിടെ. സഖാവ് കുഞ്ഞപ്പൻ, സഖാവല്ലേ റെഡൊക്കെ ഇട്ട് നിൽക്കുന്നത്? സഖാവേ കുഞ്ഞപ്പ, സഖാവ് കുഞ്ഞപ്പൻ. വെയിലാണിത്, നല്ല വെയിൽ വരട്ടെ, കോൺക്രീറ്റ് എല്ലാം ഉണങ്ങട്ടെ. ഇതിന് വെച്ചാലോ കുട്ടി? ബാക്കിയുള്ളതിനൊക്കെ ചുമ്മാ നമ്മളൊരു ഓട്ട ഇട്ട് ഇതിലേ കൊടുത്താൽ മതി. കിഴുത്തായിട്ട് മനസ്സിലാവും. ഇതേലിങ്ങനെ അങ്ങനെ മതി അല്ലേ? ഇപ്പം അല്ലേ എത്ര കുറ്റി വെപ്പിക്കണം. ഇത് നമുക്ക് കിളിച്ച് വരുന്നതുണ്ടോ കോവല്? അതങ്ങോട്ട് കയറ്റി വിടാം. ഇത് നമുക്ക് ആ മറ്റേ കുറ്റി അങ്ങോട്ട് കൊടുക്കാം. കത്തിയും കത്രികയും എല്ലാം തിരിച്ചെടുക്കണം.
കോവലെ ചവിട്ടി കളയാറാ. ഏതാണ്ട് വിളിച്ചു. വേറെ ഒന്നും ഇട്ടത് വിളിച്ചില്ല. അഴുക്കും ഇട്ടാണോ? പയറും വിളിച്ച് രണ്ടേം വിളിച്ചു. ഒരു മണിയായോ? കോവലിൻ്റെ ഇത് വരുന്നതാണ് കേട്ടിക്കേക്ക്. നല്ല വെയിൽ. സ്റ്റൂള് നിർത്തുന്നു. വേണ്ട അവിടെ ഇരിക്കുന്നു. വേണ്ടിരിക്കുന്നു. ഒരു വെള്ളം കുടിയടാ. ഇങ്ങനെ ഈ ഏമ്പക്കം ദഹനൊക്കെ ഇടാതെ വെള്ളം കുടിച്ചു പോയി. ആ ദോശ കഴിച്ച് വെള്ളം കുടിക്കണം. എന്തിനാത് മേളിൽ കയറാൻ? ആ ഞാൻ പിടിക്കാം. ശരിക്കും വെച്ച് ഞങ്ങളുടെ കൃഷിപ്പണിയാണ്. ഇത് നല്ല ഐഡിയ കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു പോയി. ഇവിടെ നിന്ന് ഇങ്ങനെ വാങ്ങുള്ളൂ. കോവൽ ഈ ഒരൊറ്റ വള്ളിയെ ഈ വള്ളി ഈ ഫെൻസൂടെ ഇങ്ങനെ കോവൽ, ബാക്കിയൊക്കെ അച്ചിങ്ങ. അങ്ങനെ ആക്കാം അല്ലേ? എല്ലാം നന്നായിട്ട് കിളുക്കണേ ഷിപ്പിച്ച. കുഞ്ഞു പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ഇങ്ങനെ കുഞ്ഞുമായിട്ട് പ്രാർത്ഥിക്കും. കുഞ്ഞു എന്ന് പറയുമ്പോൾ കുഞ്ഞു അങ്ങനെ ഇങ്ങനെ തുടങ്ങുന്നേ. ഇങ്ങനെ ഇരിക്കുന്ന കുഞ്ഞ് ഇങ്ങനെ തുടങ്ങുന്നു. കയറും കത്തി കയറും കത്തി. ഇഞ്ചി ഉണ്ടോ? ഇഞ്ചി 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 വെയിലുണ്ട്. ഞാൻ പിടിക്കാം. കത്രിക വേണ്ടേ? അതുപോലെ കഴിക്കട്ടെ. ആ കഴിച്ചു. എന്നാ കറി? മീനുണ്ടോ? ആണോ? മീൻ വേണോ? ആണോ? ഞാൻ ഇന്ന് വെള്ളിയാഴ്ച അല്ലല്ലോ. ഏതമ്പലാ? അവിടെ തന്നെ ഇന്ന് അവിടെ ഉത്സവമാണോ? താമരശ്ശേരി ഉത്സവമാണോ? അല്ലല്ല, ഇതുണ്ടായിരുന്നു, പ്രാതലുണ്ടായിരുന്നു. ആണോ? എനിക്കൊന്നും പറഞ്ഞാൽ അറിയിച്ചു. ആ അതെ, പെണ്ണുങ്ങൾക്ക് ഒരു നോയമ്പ്. അത് പെണ്ണുങ്ങൾക്കോ? ആ, അന്നേരം വീട്ടിൽ മീൻ മേടിക്കത്തില്ല. അതുകൊണ്ടാണ് ഇന്ന് മീനില്ലാത്തത്. ആ, അപ്പൊ ഇന്നലെ നോയമ്പ്. അപ്പൊ ഇന്ന് രാവിലെ മീൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി വൈകിട്ട് കറി വെക്കണം. മക്രോണി നല്ല മീൻ വൈകുന്നേരം വരും അല്ലേ? ആ, അത് നല്ല മീനാണ്. അവനെ വേറെ തുണ്ട മീനൊന്നുമില്ല, എല്ലാം മത്തിയും. അതാ മത്തിയും മേടിച്ചതാണ്. മത്തിയും കിളിമീനും.
അതാ ഞങ്ങളുടെ ഉപ്പാപ്പൻ്റെ വീട്. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം. അതാ ഈ പച്ചയുടെ അപ്പുറം. കണ്ടിച്ച കയറുണ്ടോ ഇനി? എനിക്കിത് ഇതിൻ്റെ ചിക്കുന്നില്ലേ? വെള്ളം കുടിക്കാത്തോണ്ടല്ലേ ഇരിക്കാത്ത കുഞ്ഞുവന്. ഞാൻ വെള്ളം കുടിക്കുന്നോണ്ടാ എനിക്ക് എളുപ്പം ദഹിക്കുന്നേ. ഹെൽപ്പ് മീ. താങ്ക് യു. ഫോൺ വെയിലത്തോട്ട് പൊട്ടിത്തെറിക്കുന്നു. ഇതിനെ ഇവർക്ക് സുഖമായിട്ട് കയറുന്നില്ല. ഇത് കാറായോണ്ടാ അവിടെ ചേമ്പ. വെയിലത്തുനിന്ന് മാറട്ടെ. കോവലെ തൊടല്ലേ, നല്ലതായിട്ട് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. അയ്യോ വെയിലാണ് കേട്ടോ, വെയിൽ. ആ വെയിൽ വേണമല്ലോ, വെയിലില്ലാതെ പറ്റുമോ? എനിക്ക് വിശപ്പായി കേട്ടോ, 1 മണിയായില്ലേ. അതാ കേട്ടോ ആരൻ ഏറൻ. അമേരിക്കൻ പ്രൊനൗൺസിയേഷൻ ഏറൻ. മലയാളം അഹറോൻ. അഹറോനെ. മോശ എവിടെ? ചാച്ച വിളിക്കുന്നതന്നെ ഗോലിയാത്ത് ദാവീദ്. നീ ഗോലിയാത്താണോടാ? രണ്ടും കൂടെ അലമ്പുന്നേന്. നീ എന്നാടാ ഗോലിയാത്താണോടാ? നീ കുരിയച്ചനുമായി പണ്ട് അലമ്പുമ്പോ ദാവീദും ഗോലിയാത്തും. അയ്യോ എൻ്റെ ഇതൊന്ന് ഞാൻ സേഫ്റ്റി പിൻ. ഷൂ ഉള്ളോ ഉണങ്ങാൻ? ആ ചുമലയും കൂടെ എടുത്ത് വെച്ച് കഴിയില്ല. ആ ഷൂ എല്ലാം കഴിഞ്ഞ ദിവസം കഴിയതാ, ഞായറാഴ്ചയോ മറ്റോ, ശനിയാഴ്ച അല്ലേ? യോ ഇപ്പഴാ കഞ്ഞി എടുത്തത് വെച്ചിട്ടുണ്ട്. ചൂടാണ്. അത് കാരണം ഇവിടെ ആഴ്ച ഒരു ദിവസം വെക്കുന്നത്. ഇപ്പൊ ഞാൻ 3 ദിവസം ഇവിടെ ഞങ്ങള് ചൂടാക്കിയില്ലേ. ഇത് ശനിയാഴ്ച വെച്ച ചോറ. ഞാൻ കളയത്തൊന്നുമില്ല. ഞാൻ ഇത് വെള്ളിയാഴ്ച എങ്ങാണ്ട് വെച്ച വലിയോ അവിടെ ഇരിക്കുകയായിരുന്നു. ഞാനും കഴിച്ചില്ല, ഇവര് കഴിക്കാത്തോണ്ട്. ഇല്ല, ഫ്രീസറിലല്ലേ. പിന്നെ അവിടെ നിന്ന് എടുത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി. ഒന്നും വെച്ചില്ല, മീൻ എല്ലാം അങ്ങനെ വെച്ചാൽ മതി. വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് വെക്കണം ഫ്രീസറിൽ. അങ്കമാലി ചേച്ചി അങ്കിളും കാണിക്കുന്ന പോലെ ഞങ്ങൾ കൃഷിസ്ഥലത്തുനിന്ന് വളപ്പിന്ന് കയറി അല്ലേ പൊന്നെ? വളപ്പിന്ന് കയറി ഞങ്ങൾ അങ്കമാലി ചേച്ചി ഓർക്കും കളിയാക്കുക. നല്ല കേട്ടോ, എനിക്ക് സന്തോഷം അങ്ങനെ പറയുന്നത്. ഇതുകൊണ്ട് എന്തു ചോറ്, എനിക്ക് ഇത്രയും പകുതിയേ വെക്കാവുള്ളൂ, പകുതി തിരിച്ചിട്. എന്നിട്ടേക്ക് അങ്കമാലി ചേച്ചിയൊക്കെ പാവങ്ങൾ. പിന്നെ ദേമൻ ആ പറമ്പിലിരുന്ന് കഴിക്കുക, എല്ലാം ഉണ്ടാക്കി കഴിച്ചോളൂ അതുകൾ, പാവം തന്നെ, ഒരു മടിയില്ല. ഇപ്പം ഞങ്ങളും വളപ്പിന്ന് അങ്കമാലി ചേച്ചി ഞങ്ങളും വളപ്പിന്ന് കയറിയതേ. ഇന്ന് പ്രത്യേകിച്ച് കറിയൊന്നും വെച്ചില്ല, മീൻകറി മാത്രമേ വെച്ചുള്ളൂ. 2 കഷ്ണം മതി.
പുള്ളിക്ക് വേണ്ട ചിക്കൻ വറുത്തത്. ഇന്ന് ഞങ്ങൾ ചിക്കൻ വറുത്തു, പിന്നെ മീൻ കറി വെച്ചു. ഇത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞ ദിവസത്തെ പുളിശ്ശേരി വെള്ളരിക്കായും മോരും കാച്ചിയത്. വേറെ കറിയൊന്നും വെച്ചില്ല. സാമ്പാർ ഇരിപ്പുണ്ട്, അത് ഇഡലിക്ക് രാവിലെ എടുത്തു. ഇതിൻ്റെ കൂടെ ആവശ്യമില്ല, ഇത്രയും മതി. ഇന്ന് തോരനൊന്നും വെച്ചില്ല. ഞങ്ങൾ വളപ്പിലായിരുന്നു. വളപ്പി അല്ലേ വെച്ചേ? മൈലാഞ്ചിക്കമ്പ് വെച്ചു, പയറിനൊക്കെ വള്ളിയിടുക, പന്തൽ. പിന്നെ എന്തോ ചെയ്ത്, പിന്നെ ഭയങ്കര പണിയാണ്, ഓരോരോ പണി. ഇപ്പം അടുക്കളയിൽ അടുപ്പത്ത് ഞാൻ ഉണക്കപ്പ തികത്താൻ വെച്ചിരിക്കുന്നു. ഓരോ പിടി എല്ലാ ദിവസവും ഉണ്ടാക്കി വൈകിട്ടിപ്പോൾ ഉണക്കപ്പയാണ് കഴിക്കുന്നത്. ഇന്ന് 11 മണിക്ക് ഉണക്കപ്പ് കഴിച്ചില്ല. ഇന്ന് താമസിച്ച ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്. ഇന്ന് ആരൻ്റെ ക്ലാസ്സില്ലായിരുന്നു. ആരൻ്റെ ടീച്ചറിൻ്റെ കാലൊടിഞ്ഞത് കാരണം അല്ലേ, അത് കാരണം ഇന്നില്ലായിരുന്നു. നാളെ ഉണ്ട്. നാളെ രാവിലെ പോകണോ അതോ രണ്ടാമത്തെ പീരീഡാണോ സൈക്കോളജി? ഇല്ല, നാളെ 2 പീരീഡും ഉണ്ട്. നാളെ ബുധനാണ് കേട്ടോ, ബുധൻ. നോക്കണം ടൈം ടേബിൾ. 2 പീരീഡും ഉണ്ടോ? വ്യാഴാഴ്ചയോ 1 പീരീഡ് സൈക്കോളജിയാ ഇല്ലേ? നാളെ ഏത് നാളെ? അങ്ങനെയാണോ? അപ്പം വെള്ളിയാഴ്ചയോ? അപ്പം വെള്ളിയാഴ്ച ഒരു സൈക്കോളജി ഉണ്ടല്ലേ? അപ്പോൾ സൈക്കോളജി ടീച്ചർ ഇല്ലാത്തതുകൊണ്ട് സൈക്കോളജിയുടെ സമയത്ത് ഇങ്ങനെ പോരാൻ. വെള്ളിയാഴ്ച വരെ ഉള്ളൂ. വെള്ളിയാഴ്ച അവധി കിട്ടുക. എന്നിട്ട് ജൂൺ 3 മറ്റോ തുറക്കുള്ളൂ. അത് ചോദിച്ചിട്ട് വരണം കേട്ടോ എന്നാണ്. ഓക്കെ, ഞങ്ങൾ കഴിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വൈകിട്ട് മുടിയേലത് തേക്കണം, മുഖത്ത് തേക്കണം. ഇപ്പം വെയിലത്തിറങ്ങി ഭയങ്കര കരുവാളിച്ച് അല്ലേ വെച്ചേ? നമ്മുടെ വീട്ടിൽ ഉണ്ടായ കപ്പളങ്ങായ ചോറുണ്ട് കഴിഞ്ഞപ്പം എന്തെങ്കിലും ഒന്ന് കഴിച്ചില്ലെങ്കിൽ ഒരു മോശമല്ലേ? വേണ്ടേ, ഇതൊന്ന് കഴിക്കട്ടെ കേട്ടോ. ഇതാ കേട്ടോ സാധനങ്ങൾ. 3 ദിവസമായിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിനകത്ത് 3 ടീസ്പൂൺ തേയിലപ്പൊടി, 1 ടീസ്പൂൺ ബ്രൂ പൊടി, 1 ടീസ്പൂൺ റോസ്മേരി, 3 ടീസ്പൂൺ നീലയമരി. അപ്പോൾ ആദ്യമേ 1 ഗ്ലാസ് വെള്ളത്തിൽ 3 ടീസ്പൂൺ തേയിലയും 1 ടീസ്പൂൺ ബ്രൂവും 1 ടീസ്പൂൺ റോസ്മേരിയും കൂടെ ഇട്ട് തിളപ്പിച്ച് പറ്റിച്ചാര ഗ്ലാസ് ആക്കണം. എന്നിട്ട് അതരിച്ച് ആ വെള്ളത്തിൽ വേണം 3 ടീസ്പൂൺ നീലയമരി, 1 ടീസ്പൂൺ നെല്ലിക്കാപ്പൊടി, 1 മുട്ടയുടെ വെള്ളം ചൂടിനകത്ത് ഇടരുത്. പിന്നെ തണുത്ത് കഴിഞ്ഞ് ഇത് ബാക്കിയുള്ളതെല്ലാം ഇടാവുള്ളൂ കേട്ടോ. ആദ്യം തൊട്ടൊന്നുകൂടെ പറയാം. 1 ഗ്ലാസ് വെള്ളം എടുക്കുക. അതിനകത്ത് 3 ടീസ്പൂൺ തേയിലപ്പൊടി, 1 ടീസ്പൂൺ ബ്രൂ പൊടി, 1 ടീസ്പൂൺ റോസ്മേരി. ഇത്ര ഇട്ട് നല്ലതായിട്ട് തിളപ്പിച്ച്, തീ കുറച്ച് വെച്ച് തിളപ്പിച്ച് പറ്റിച്ചാര ഗ്ലാസ് ആക്കണം. അതിനകത്ത് അതരിച്ച് അതാറുമ്പോൾ അതിനകത്ത് 3 ടീസ്പൂൺ നീലയമരി, 1 ടീസ്പൂൺ നെല്ലിക്കാപ്പൊടി, പിന്നെ 1 മുട്ടയുടെ വെള്ള, 3 ടേബിൾ സ്പൂൺ ഹെന്ന, 6 ടേബിൾ സ്പൂൺ പഴകിയ കഞ്ഞവെള്ളം. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ നമ്മുടെ ചിരട്ട കത്തിച്ച് കരിയാക്കി അത് പൊടിച്ച് തെള്ളിയെടുത്ത് നല്ല നൈസ് ചിരട്ടപ്പൊടി, അതും ഒരു 6 ടേബിൾ സ്പൂൺ ചേർക്കണം. അത് ഞാൻ ഇതിനകത്ത് എഴുതിയില്ല, കാരണം അത് അജിത നായർ പറഞ്ഞപ്പോഴല്ലേ ഞാനത് ചെയ്തത്. ഇത് നേരത്തെ ഞാൻ ചെയ്യുന്ന ടിപ്പ് എഴുതി വെച്ചതാണ്. അജിത നായർ പറഞ്ഞപ്പോൾ ഞാൻ മിനിങ്ങാന്ന് അതുകൂടെ മിക്സ് ചെയ്തു കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ മറക്കല്ല, അതുകൂടെ ചെയ്തോണം. അപ്പം ഭയങ്കര ഡാർക്കാവും തോന്നുന്നു, എനിക്കറിയത്തില്ല. ഞാൻ ഇന്നല്ലേ തേക്കാൻ പോകുന്നത്. ഇത്രയും തേച്ചപ്പോൾ തന്നെ എനിക്ക് നല്ല ഇതുണ്ട്. ഭയങ്കര ഡാർക്കല്ല, പക്ഷെ ഡാർക്ക് ബ്രൗണും നല്ല ഫുൾ നരയും ഹൈഡായി നല്ല ഇതായി. അപ്പോൾ ഇത്രയും സംഗതി പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഇല്ല എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം ഒന്നുകൂടെ കേട്ടോ. പിന്നെ നമ്മളുടെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാലും മതി. 9846088629 അല്ലെങ്കിൽ 9846377342. വർക്കിംഗ് ആണ് 2 നമ്പറും. അതിനകത്ത് വാട്സാപ്പ് ചെയ്ത് ചോദിച്ചാൽ മതി. അപ്പോൾ ഈ 7ാമത്തെ ഐറ്റം നമ്മുടെ ചിരട്ടക്കരി പൊടിച്ച് തെള്ളിയെടുത്ത് അതാ കേട്ടോ. അതൊരു 6 ടേബിൾ സ്പൂൺ. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഞാൻ എന്നും ഇത് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ പറ്റുന്നില്ല, മറന്നുപോകും.
എഡിറ്റ് ചെയ്യുമ്പോഴേ. പിന്നെ ആദ്യം മുതൽ ഞാനിത് അകത്ത് ഇടയ്ക്ക് ഇതൊന്ന് കേട്ടണമെങ്കിൽ പിന്നെ ആദ്യം മുതൽ വരണം. എന്ത് പാടാന്നറിയാം എഡിറ്റിങ്. അത് കാരണം പിന്നെ ഡിസ്ക്രിപ്ഷനിൽ കഴിഞ്ഞ ദിവസം കൊടുത്തായിരുന്നു, അത് കണ്ടായിരുന്നോ? ആവശ്യക്കാരല്ലേ നോക്കുകയുള്ളൂ അല്ലേ? ആവശ്യമുണ്ടെങ്കിൽ നോക്കുക കേട്ടോ. ഓക്കെ, എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായി, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. തലയിൽ ഇതെല്ലാം തേച്ച് 1 മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയാവുള്ളൂ. ഷാമ്പൂ ചെയ്യരുതേ.